നിങ്ങൾ ഈ ഷേപ്പിലുള്ള ഫിഗർ ഇഷ്ടം പോലെ നിങ്ങൾ കണ്ടോ. നമ്മൾ രാവിലെ ചായ കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ദോശ, ഇഡലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, റൗണ്ട് അല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ പാത്രത്തിന്റെ മുകൾ ഭാഗം ഇതെല്ലാം റൗണ്ട് ആണ് വരിക. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഫിഗർ എങ്ങനെ വരക്കൂ എന്നാണ് നമ്മൾ പറയുന്നത്. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഇത്, കോമ്പസ്. ഓക്കെ, വൃത്തമാപിനി, വൃത്തം വരക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുക. സർക്കിൾ, വട്ടം വരക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോക്സിൽ കാണാം ഒരു പെൻസിൽ ഇടാനുള്ള ഒരു സ്ഥലം ഉണ്ടാവും ഇവിടെ. അപ്പൊ അത് നിങ്ങൾ പെൻസിൽ എടുത്തിട്ട് ഇതിലിടുക. എന്നിട്ട് പെൻസിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ഒരു സാധനം കാണാം, അത് ടൈറ്റ് ചെയ്യാം. ഇനി പിന്നെ നോക്കേണ്ട എന്താ, ഇവിടെ ഒരു ഇരുമ്പിന്റെ മൊന ഉണ്ടാവും അല്ലെ. ഇത് രണ്ടും അടുപ്പിക്കുക. അടുപ്പിച്ചിട്ട് പെൻസിലിന്റെ ലെവലും ഈ ഇരുമ്പിന്റെ മൊനയും ഒരേ ലെവലിൽ വരണം. പെൻസിൽ മുകളിലോട്ടോ അതേപോലെ പെൻസിൽ താഴോട്ടോ പോകരുത്, ഒരേപോലെയുള്ള ലെവലിൽ രണ്ടും ആക്കി വെക്കുക. അപ്പൊ കോമ്പസ് കറക്റ്റ് ആയി. ആ കോമ്പസ് കിട്ടിക്കഴിഞ്ഞാല് കോമ്പസ് സെന്ററിൽ വെച്ചിട്ട്, ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് വരച്ചാല് അതെന്താവും, നമുക്കൊരു സർക്കിൾ കിട്ടും. എങ്ങനെയാണ് കിട്ടുക? കോമ്പസ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ റൗണ്ടില്, ഇവിടെ പെൻസിലിന്റെ പോലെ അനങ്ങരുത്, ഇരുമ്പിന്റെ പോലെ അനങ്ങരുത്, ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് കിട്ടും? ഈ ഷേപ്പിലുള്ള ഒരു ഫിഗർ കിട്ടും. ആ ഷേപ്പിലുള്ള ഫിഗറിനെയാണ് സർക്കിൾ വരിക. ഇവിടെയല്ലേ നമ്മൾ കുത്തി വെക്കുന്നത്, ആ ഇരുമ്പിന്റെ മോന കുത്തുന്നത്, ഇതിനെ നമ്മൾ പറയുന്നതാണ് സെന്റർ. സെന്റർ, CNTRE, സെന്റർ. മലയാളത്തിൽ പറയാ കേന്ദ്രം. കേന്ദ്രം. പിന്നെ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരത്തിനെയാണ് പറയാ, ഇംഗ്ലീഷിൽ പറയാ റേഡിയസ്. പറയാ റേഡിയസ്. മലയാളത്തിൽ പറയാ ആരം. ആരം, മലയാളത്തിൽ ആരം എന്ന് പറയും, റേഡിയസ്. അപ്പൊ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളൊരു സർക്കിൾ നിങ്ങൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ കുത്തിയിട്ടല്ലേ സർക്കിൾ ഇങ്ങനെ വരക്കുക, റൗണ്ടിൽ വരക്കുക. അപ്പൊ ഇതിനെയാണ് പറയാ എന്ത്? സെന്റർ അല്ലെങ്കിൽ കേന്ദ്രം. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് അതിനെയാണ് പറയാ റേഡിയസ്. ഇംഗ്ലീഷിലെ റേഡിയസ്, മലയാളത്തിലെ ആരം എന്നാണ് പറയുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ ദൂരം നമ്മൾ എടുക്കുന്നത് സ്കെയിൽ വെച്ചിട്ടാണ്. ഞാൻ പ്രോബ്ലം പറയുമ്പോൾ പറയാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു ചിത്രം കണ്ടിട്ടല്ലേ, 3 സർക്കിൾ, 3 വട്ടങ്ങൾ കണ്ടില്ലേ, അത് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും നോക്കാം. അതിന് ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ സ്കെയിലില് നിങ്ങൾ 2 സെന്റിമീറ്റർ എടുക്കുക. സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് സെന്റിമീറ്റർ ഞാൻ പറഞ്ഞില്ലേ, ഈ അടുത്തടുത്തുള്ള ഡിജിറ്റലിലെ സെന്റിമീറ്റർ, അതില് ഈ കോമ്പസിന്റെ ഈ ഇരുമ്പിന്റെ മൊനയില്ലേ, അത് ഈ അറ്റത്ത് കുത്തി വെക്കുക. ഈ അറ്റത്ത്, ലൈനിന്റെ അറ്റത്ത് വെക്കുക. മറ്റേ അറ്റം അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് 2 ഇഞ്ച് എടുക്കുക വെക്കുക. 2 ഇഞ്ച് എടുക്കുക. അല്ലെങ്കിൽ സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്കെയിൽ ഇങ്ങനെ വെക്കുക. സ്കെയിൽ വെച്ചിട്ട് 1, 2 കണ്ടുണ്ടല്ലോ, ഇവിടെ ഇരുമ്പിന്റെ പോലെ കുത്തിയിട്ട് ആ മറ്റേ ഭാഗം 2 ഇഞ്ച് അടിക്ക് എത്തുക. ഓക്കെ, മനസ്സിലായി? ഇപ്പൊ 2 ആയില്ലേ, ദൂരം 2 ആയി. ഓക്കെ, ഈ പെൻസിലാണ് 2ൽ മുട്ടേണ്ടത്, 2ൽ മുട്ടേണ്ടത്. ഓക്കെ, അങ്ങനെ ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഇവിടെ കുത്തിപ്പിടിച്ചിട്ട്, നിങ്ങള് ഇവിടെ കുത്തിപ്പിടിച്ചിട്ട് നിങ്ങൾ ഒരു സർക്കിള് വരക്കുന്നു. ഇങ്ങനെ വരക്കുന്നു. ഞാൻ പറഞ്ഞു തരാം. ഇങ്ങനെ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, എനിക്കിത് സ്ലിപ്പായി പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുന്ന് അനങ്ങരുത്. ഈ മൊന കുത്തിയില്ലേ, ഇരുമ്പിന്റെ മൊന പുസ്തകത്തിൽ കുത്തിയിട്ടില്ലേ, ആ പോയിന്റ് മാറരുത് വരക്കുമ്പോൾ കേട്ടോ. എന്നിട്ട് ഇത് റൗണ്ടിൽ ഇങ്ങനെ കറക്കിയാ മതി. ഇങ്ങനെ കറക്കുക. ഓക്കെ, അത് അവിടുന്ന് മാറരുത്, കറക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചിത്രം കിട്ടും. ചിത്രം സോറി, അങ്ങനെ ചിത്രം കിട്ടിക്കഴിഞ്ഞാല് ഈ ഇരുമ്പിന്റെ മൊന കുത്തിയത് അവിടെ പോയിന്റ് ഇടുക. അതാണ് ഇതിന്റെ സെന്റർ. ഇതാണ് സെന്റർ. അവിടെ പോയിന്റ് ഇട്ടാൽ മതി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ സർക്കിളില്, ഈ വട്ടത്തിന്റെ അത് അവിടെ അതില് കുത്തുക. ഇരുമ്പിന്റെ മൊന, ഇരുമ്പിന്റെ മൊന കുത്തിയിട്ട് നോക്ക്. ഇരുമ്പിന്റെ മൊന കുത്തിയിട്ട് ഇവിടുന്നുള്ള ഈ ദൂരമില്ലേ, നേരത്തെ എടുത്ത അതേ ദൂരമില്ലേ, ദൂരം ഒന്നും മാറ്റണ്ട. ഇവിടെ കുത്തേണ്ട, മനസ്സിലായില്ലേ? ഇവിടെയാണ് കുത്തേണ്ടത്.
കുത്തിയിട്ട് അനക്കാതെ അവിടുന്ന് അനങ്ങാതെ ഇവിടുന്ന് ഒരിങ്ങനെ കറക്കോ ഇത് ഇങ്ങനെ അനക്കാതെ കറക്കുക ഓക്കെ. എനിക്ക് സ്ലിപ്പായി പോകുന്നുണ്ട് കുട്ടികളെ. ഓക്കെ, അനക്കാതെ കറക്കാതെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആ കയ്യിൽ വലിക്കുന്നു കേട്ടോ. ഓക്കെ ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇപ്പൊ രണ്ട് നോക്കിയാ മനസ്സിലായില്ലേ? ഇത് നേരത്തെ കൈ മഷി ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ രണ്ടെണ്ണായി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? വീണ്ടും ഇനി ഇവിടെ കുത്തുക, ഇവിടെ ഇതിൽ കുത്തുക. ഇതിലെ കുത്തിയില്ലേ? ഇവിടെ ഇങ്ങനെ കുത്തുക. കുത്തിയിട്ട് ഞാൻ ഇപ്പുറം നിൽക്കാം. ഇവിടെ കുത്തിയിട്ട് വട്ടത്തില ഇതിനെ കുത്തണേ. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ദൂരം എടുത്തിട്ട് എന്ത് ചെയ്യാം? വീണ്ടും ഒന്നിങ്ങനെ വരക്കുക. നല്ല സ്റ്റൈലായിട്ട് വരക്കുക. ഒരു മിനിറ്റ് ആയില്ല. അനക്കാതെ ഇവിടുന്ന് കുത്തിയിട്ട് ഇത് വഴുതുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക്കിന്റെ ആയതുകൊണ്ടാണ് ഈ വഴുതി പോകുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തിയിട്ട് വരക്കുക. ആ കുത്തുന്ന സ്ഥലം മാറില്ലേ? കുത്തുന്ന സ്ഥലം മാറരുത്. ഇവിടെ കുത്തി വരച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഓക്കെ, രണ്ടെണ്ണം വരച്ചു ആയില്ലേ? ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇത് ഒന്നുകൂടെ പറയാ. ഇവിടെ കുത്തിയിട്ട് ഒന്ന് വരച്ചു, ഇതിന്റെ സർക്കിളിൽ കുത്തിയിട്ട് വേറൊന്ന് വരച്ചു, ഇപ്പുറം കുത്തിയിട്ട് വേറൊന്നും വരച്ചു. അപ്പൊ രണ്ട് സർക്കിൾ ഇവിടെ ഇങ്ങനെ മുട്ടിക്കൊണ്ട് പോകുന്നുണ്ടാവും. ഓക്കെ, ശരി. ഇനി ചെയ്യേണ്ടത് ഇതിന്റെ ഇവിടെ കുത്തിയ സ്ഥലമില്ലേ, അതൊന്ന് മാർക്ക് ചെയ്യാം. പോയിന്റ് കാണാം. ആ ഇരുമ്പിന്റെ മോനെ കുത്തിയ സ്ഥലം അവിടെ മാർക്ക് ചെയ്യാം. ഇനി നോക്കിക്കോ, ശ്രദ്ധിക്ക. ഇതും ജോയിൻ ചെയ്യാം. സ്കെയിൽ എടുക്കുക. ഏതെല്ലാം ജോയിൻ ചെയ്യോ? ഈ സെന്ററും ഇതും ജോയിൻ ചെയ്യാം. യോജിപ്പിക്കുക. യോജിപ്പിച്ചു. ഇതും യോജിപ്പിക്കുക. യോജിപ്പിച്ചു. ഇതും യോജിപ്പിക്കുക. ഇതും ഏതിലെത്താ യോജിപ്പിക്കുന്ന നോക്കിയാൽ ഏതിലെത്താ നമ്മൾ യോജിപ്പിക്കുന്നത്? യോജിപ്പിച്ചു. ഇതും യോജിപ്പിക്കുക. പിന്നെ ഇതും യോജിപ്പിക്കുക. കാണുന്നുണ്ടാവില്ല. ഇതും യോജിപ്പിക്കുക. ഓക്കെ, നോക്കിയാൽ ഏതാ എഴുതിയറിയോ? ഈ നടുവിലുള്ള വട്ടമില്ലേ, നടുവിലെ വട്ടത്തിലുള്ള എല്ലാ പോയിന്റുകളുമാണ് എന്ത് ചെയ്തത്? യോജിപ്പിച്ചത്. അപ്പൊ ഈ സെന്ററും അതിൽ പെട്ടു. രണ്ട് സെന്ററും വിട്ടു. ഈ സർക്കിൾ മുട്ടുന്നതെല്ലാം യോജിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതാ മനോഹരമായിട്ടുള്ള ഒരു ഇതാണ് ഇപ്പൊ നിങ്ങൾ അവിടെ കാണുന്ന ചിത്രം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പതാ അടുത്ത നോക്കോ. നിങ്ങൾക്ക് അപ്പോൾ ഇപ്പൊ വേറൊരു ചിത്രം കണ്ടിട്ടുണ്ടോ? ഒരു പൂവിനെ പോലെയുള്ള ചിത്രം കണ്ടില്ലേ? ആ പൂവിനെ പോലെയുള്ള ചിത്രം നമുക്ക് ഇതിൽ നിന്ന് തന്നെ വരക്കാൻ പറ്റും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആ പൂവിലെ ചിത്രം വരക്കാൻ പറ്റും. എന്ത് ചെയ്യാ അറിയോ? നിങ്ങൾ കോമ്പസ് എടുക്കുക. കോമ്പസ് പറഞ്ഞ മനസ്സിലായില്ലേ? ഈ സാധനം എടുക്കുക. ഈ സാധനം എടുത്തിട്ട് നോക്ക്, ഇവിടെ കുത്തുക. ഇവിടെ കുത്തിയിട്ട് നല്ല രസാണ്. ഇങ്ങനെ ഇങ്ങനെ വരക്കാം. ഇവിടെ കുത്തിയിട്ട് ഇവിടുന്ന് കുത്തിയിട്ട് ഇങ്ങനെ ഇവിടത്തേക്ക്. ഇവിടെ കുത്തിയതിന്റെ ഇവിടെയും മുട്ടിക്കണം. ഇതിങ്ങനെ ആട്ടിയിട്ട്. ഓക്കെ, ഐഡിയ മനസ്സിലായില്ലേ? ഇവിടെ കുത്തിയിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട്. ഇനി എന്ത് ചെയ്യാം നോക്ക്. ഇവിടെ കുത്ത്, അല്ലെങ്കിൽ ഇവിടെ കുത്തിക്കോ. എല്ലാ മൂലയിലും കുത്തിയാ മതി. ഇവിടെ കുത്തിക്കോ. ഇവിടെ കുത്തി, ഇനി ഇവിടെ കുത്ത്. നോക്ക്, ഇവിടെ കുത്തിയിട്ട് സമയം എടുക്കാം. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇവിടെ കുത്തിയിട്ട്
ഇവിടെ മുട്ടുന്ന രീതിയിൽ വരച്ചു. ഇനി ഇവിടെ കുത്തുക, ഇവിടെ കുത്തിക്കോ, ഇവിടെ കുത്തിക്കോ. ഇവിടെ കുത്തിയിട്ട് കാര്യമില്ല, എന്താ അറിയോ? ഇവിടെ കുത്തിയ നേരത്തെ ഒരു വര അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ കുത്തിയിട്ടും നേരത്തെ വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ കുത്തണമെന്നില്ല. ഇനി ഇവിടെ കുത്തുക, ഇവിടെ കുത്തിയിട്ട് വരച്ചോ. ഓക്കെ, ഇങ്ങനെ വരച്ചു. അതേമാതിരി ഇതാണ് ഓക്കെ, ഇങ്ങനെ വരച്ചോ. ഇത് ഇങ്ങനെ വരച്ചു, ഇത് ഇങ്ങനെ വരച്ചു. ഇനി എന്ത് വരക്കണം? ഇനി ഇവിടെ കുത്തോ, ഇവിടെ കുത്തോ, ഇവിടെ താഴെ, ഇവിടെ കുത്തിയിട്ട് അളവ് മാറ്റല്ലേ, അതേ അളവിൽ വരച്ചാൽ മതി. അതേ അളവിൽ വരക്കുമ്പോ ഇവിടെ പിടിക്കാം അല്ലേ, ഇവിടെ പിടിച്ചിട്ട് വരക്കാം. ഇങ്ങനെ വരക്കുക, ഇവിടെ പിടിച്ചിട്ട് വരച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇതേമാതിരിയുള്ള മനോഹരമായ ഒരു ചിത്രങ്ങൾ ഇവിടെ നല്ല പൂവിന്റെ തന്നെ മാതിരി ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെയാ വരച്ചത്? ആദ്യം ഒരു സർക്കിൾ വരച്ചു, ഇവിടെ കുത്തിയിട്ട് വൃത്തം വരച്ചു, വട്ടം വരച്ചു, ഇവിടെ കുത്തിയിട്ട് ഒരു വട്ടം വീണ്ടും വരച്ചു, ഇവിടെ കുത്തിയിട്ട് ഒരു വട്ടം വീണ്ടും വരച്ചു, 3 വട്ടം വരച്ചു അല്ലെ, 3 സർക്കിൾ വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഈ സെന്റർ മാർക്ക് ചെയ്തു, സെന്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്തു, ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഓരോ മൂലക്ക് കുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ വരക്കുന്നു, ഇവിടെ കുത്തിയിട്ട് ഇവിടെ വരക്കുന്നു, ഇവിടെ കുത്തിയിട്ട് ഇവിടെ വരക്കുന്നു, ഇവിടെ കുത്തിയിട്ട് ഇവിടെ എല്ലാ കോർണറിൽ നിന്നും മൂല നിന്നും എന്ത് ചെയ്യുന്നു? ഇതേമാതിരി ഒരു ആർച്ച് ഇടുന്നു, ഇങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ഇടുന്നു. അപ്പൊ നമുക്ക് ഇതേമാതിരി ചിത്രം കിട്ടും. ഇനി നിങ്ങൾക്ക് ഇത് കളർ ചെയ്യാം. എങ്ങനാ? ഇവിടെയൊക്കെ കളർ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ചിത്രം കാണുന്നില്ലേ? ആ ചിത്രത്തിൽ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ കളർ ചെയ്തിട്ട് നല്ല ഫ്ലവർ പോലെ ഇതിനെ നിങ്ങൾക്ക് മാറ്റാം. ഓക്കെ, അത് പറയുന്ന രീതിയിലൊക്കെ ഇത് കളർ ചെയ്തിട്ട് മാറ്റാം. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റബ്ബ് ചെയ്ത് കളയാം. അതിൽ കാണുന്ന മാതിരി നിങ്ങൾ ഇത് പെയിന്റ് ചെയ്തിട്ട് എടുക്കുക. ഓക്കെ, ഈ ചിത്രം നോക്കൂ. ഇത് നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റുന്നതാണ് ഇനി പറയുന്നത്. നോക്ക്, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു 6 സെന്റിമീറ്ററില് നിങ്ങൾ ഒരു ലൈൻ വരക്കുക. സ്കെയിൽ എടുക്കുക. സ്കെയിൽ 6 എന്ന് പറയാൻ അറിയാലോ, ഈ ലൈൻ മുതൽ 6 വരെയുണ്ട്. ആ 6 സെന്റിമീറ്ററിൽ നിങ്ങൾ ഒരു ലൈൻ വരക്കുക. ഓക്കെ, 6 സെന്റിമീറ്റർ ലൈൻ വരച്ചു. 6 ആയിരിക്കണേ, 6 എടുത്ത് വരച്ചു, 6 സെന്റിമീറ്റർ വരച്ചു. ഓക്കെ, ഇനി എന്ത് വേണം? അവിടെ കുത്തനെ ലൈൻ കാണുന്നില്ലേ? കുത്തനെ വരക്കുമ്പോൾ നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് എടുക്കുക? നേരത്തെ പറഞ്ഞത് തന്നെ, കുത്തനെ വരക്കുമ്പോൾ നമ്മൾ ഇതെടുക്കും. ഇതെടുത്തിട്ട് ഇതിലും എന്ത് ചെയ്യാ? 6 എടുക്കുക. ഇതിലും 6 എടുക്കാൻ കാണുമല്ലോ. ഇങ്ങനെ കുത്തനെ ഇത് ലൈൻ കറക്റ്റ് ആക്കി വരച്ചിട്ട് ഇതിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു? 6 നിങ്ങൾ വരക്കുന്നു. 6 നോക്കട്ടെ, 6 കറക്റ്റ് അല്ലെങ്കിൽ 6 അളന്നെടുക്കണേ. ഇത് നിങ്ങൾ അളന്ന് എടുത്തു. അപ്പോ ഇത് നീട്ടി വരക്കണം, എനിക്ക് നീട്ടി വരക്കണേ. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇനി അതേമാതിരി നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെയും വെക്കുക. ഇവിടെ വെക്കുമ്പോ എങ്ങനെ വേണം? കുത്തനെ വരുന്നത് ഈ ലൈനാണ് കേട്ടോ, ഈ സൈഡാണ്. നേരെ വരുമ്പോ ഒന്ന് എടുക്കണ്ട കേട്ടോ. അപ്പൊ ഇതിങ്ങനെ വെച്ചു, ഇങ്ങനെ ഇവിടെ വെച്ചു. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? അവിടെയും 6 എടുത്തു. 6 ഓക്കെ, 6 എടുത്തു. ഓക്കെ, അളന്ന് നോക്കാം. 6 ഉണ്ടോ നോക്കിക്കോ. ഇപ്പൊ ഇങ്ങനെ അളന്ന് നോക്കി. അപ്പൊ അളന്ന് നോക്കുമ്പോ 36 ഇനി എന്ത് ചെയ്യാം? ഇനി ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ഇതിന്റെ മേലത്തെ കറക്റ്റ് ആയിരിക്കണം. കറക്റ്റ് ആയിട്ട് രണ്ടും കൂടെ ജോയിൻ ചെയ്യും. ഓക്കെ, ഇത് അളന്ന് നോക്കിയാൽ ഇതും കാണാം. നിങ്ങൾക്ക് താഴെയുള്ള ലെങ്ത് തന്നെ മുകളിലും കാണാം. എന്റെ ചിത്രം വലുതാവേണ്ട കാരണം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതും 6, ഇതും 6, ഇതും 6. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇത് നമ്മൾ സ്ക്വയർ, സമചതുരം, സ്ക്വയർ എന്നാണ് ഈ ഷേപ്പിന് പറയാം. ഇനി എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ ആ ചിത്രത്തെ കാണുന്ന നോക്കിയാൽ നിങ്ങൾ കോമ്പസ് എടുക്കുക. ഇനിയില്ല കാണാൻ, കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഈ കോമ്പസില് 3 സെന്റിമീറ്റർ എടുക്കുക. കോമ്പസില് 3 സെന്റിമീറ്റർ എടുക്കുക. 3 സെന്റിമീറ്റർ. എങ്ങനെയാണ് കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുക്കല്? സ്കെയിൽ എടുക്കുക. സ്കെയിലില് 3 സെന്റിമീറ്റർ നിങ്ങൾക്ക് അറിയാം, 3 സെന്റിമീറ്റർ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഈ അറ്റത്ത് നിന്ന്, ഇതിന്റെ അറ്റത്ത് നിന്ന്
ഇവിടെ വരെ 3 വരെയുള്ള സ്ഥലത്തേക്ക് എടുക്കുക. ഇവിടെ 3 കാണുന്നുണ്ടല്ലോ, ആ 3 കാണുന്നിടത്തേക്ക് ഇതിന്റെ പെൻസിലിന്റെ മുന എത്തിക്കുക. മനസ്സിലായില്ലേ? ഇവിടുന്ന് 3 വരെയുള്ള സ്ഥലത്തേക്ക് എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? 3 എടുത്ത് ഇവിടെ കുത്തിയിട്ട് ഇവിടെ വരെ എത്തിക്കാമ്പോ ഒരു ചിത്രം ഇവിടെ വരച്ചു. ഇവിടെ കുത്തിയിട്ട് ഇവിടെ വെച്ച് വരക്കുക. ഇവിടെ കുത്തിയിട്ട് ഇവിടെ മാറ്റല്ലേ, വരക്കുക. ഇനി ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ വരക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫിഗർ കിട്ടും. നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാ? ഇവിടെയും 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 കൊടുത്ത കളർ കണ്ടില്ല നിങ്ങൾക്ക് നിങ്ങളെടുക്കില്ല ഒരേ കളർ ഇവിടെ 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 ഇവിടെയും കൊടുക്കുക, വേറൊരു കളർ ഇതിനകത്ത് കൊടുക്കുക. അപ്പൊ ഇതെങ്ങനെയാ വരച്ചത്? ആദ്യം ഒരു സ്ക്വയർ വരച്ചു, 6 ഇത് വെച്ചിട്ട് വരച്ചു. അതിനുശേഷം ഈ 6 ആയതുകൊണ്ട് നേരെ പകുതി എടുത്തു. ഇത് 4 സെന്റിമീറ്റർ ആണെങ്കിലോ, 4 ആണെങ്കിൽ ഇവിടത്തേക്ക് 2 എടുക്കുക കേട്ടോ. നേരെ പകുതി എടുക്കുക. ഇവിടെ കുത്തി ഒന്നിങ്ങനെ വരച്ചു, ഇവിടെ കുത്തി ഒന്നിങ്ങനെ ഇടുന്നു. അപ്പൊ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നണം ഇത് എങ്ങനെയാണ് വരച്ചതെന്ന്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ. ഇനി ഈ കാണുന്ന ചിത്രം എങ്ങനെ വരക്കാൻ കഴിയും? എന്താ അവിടെ കാണുന്നത്? ഒരു സ്ക്വയർ ഉണ്ട്, അതിനകത്ത് ഒരു സർക്കിൾ ഉണ്ട്, അതിനകത്ത് ചെരിഞ്ഞ ഭാഗത്തുള്ള ഒരു സ്ക്വയർ ഉണ്ട് അല്ലെ. ഒരു സമചതുരം, ഒരു വട്ടം, പിന്നെ അതിന് ചെരിഞ്ഞിട്ടുള്ള ഒരു സമചതുരം ഉണ്ട്. അത് നമുക്ക് എങ്ങനെ വരക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനാദ്യം നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു 6 സെന്റിമീറ്ററിൽ എന്ത് ചെയ്യാം? ആദ്യം സ്ക്വയർ വരക്കാം, സമചതുരം വരക്കാം. നമ്മൾ 2-3 വരച്ചു, അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ വരച്ചു, ആദ്യം 6 സെന്റിമീറ്റർ വരച്ചു, സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു, ജോയിൻ ചെയ്തു. ഓക്കെ. അതിനുശേഷം ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുക. ഈ കോർണറും സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യാം. സ്കെയിൽ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം. ഈ കോർണറിന് കോർണറിലേക്ക്. ഓക്കെ. അതുമാതിരി ഈ കോർണറിന് ഈ കോർണറിലേക്ക് 2 കോർണറുകൾ യോജിക്കുക. 2 കോർണറുകൾ യോജിപ്പിക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ടാവും. എന്റെ സ്കെയില് കുറച്ച് ചെറുതായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ 2 വട്ടം വരക്കേണ്ടി വരുന്നത്. അപ്പൊ കോർണറും യോജിപ്പിച്ചു. കോർണറും കറക്റ്റ് യോജിപ്പിച്ചല്ലോ. യോജിപ്പിച്ചതിന് ശേഷം കഴിഞ്ഞു. ഇത് മാത്രം ഓർമ്മിച്ചാൽ മതി. ഈ ഒരു പോയിന്റ് മാത്രം ഇത് ഓർമ്മിച്ചാൽ മതി. ഇനി പ്രശ്നമില്ല. കോമ്പസ് ഇവിടെ കുത്തുക. എടാ ഈ സെന്ററിൽ കുത്തിയിട്ട് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഈ സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് സൈഡ്. ഇനി ഇത് ഇവിടെ മുട്ടുന്നുണ്ടോ നോക്കുക. മുട്ടുന്നുണ്ട്. ഈ താഴെ മുട്ടുന്നുണ്ടോ നോക്കുക. മുട്ടുന്നുണ്ട്. ഈ താഴെ ഇപ്പുറ സൈഡ് മുട്ടുന്നുണ്ടോ നോക്കുക. മുട്ടുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഇവിടെ കുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഇത് അമർത്തി പിടിച്ചിട്ട് ഇവിടെ അമർത്തി പിടിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ എന്ത് വരക്കുന്നു? ഒരു സർക്കിള് വരക്കുന്നു. ഓക്കെ. എല്ലാ സ്ഥലത്തും മുട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു സർക്കിള് വരക്കുന്നു. എല്ലാ സ്ഥലത്തും ടച്ച് ചെയ്യണം. അങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു സർക്കിൾ നിങ്ങൾ വരക്കുന്നു. എല്ലാ ഭാഗത്തും മുട്ടുന്ന രീതിയിൽ സർക്കിൾ വരക്കുക. ഓക്കെ. അങ്ങനെ വരച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നറിയോ? നോക്ക്, ഇവിടെ ഈ മുട്ടുന്ന സ്ഥലമില്ലേ, ഇവിടെ മാർക്ക് ചെയ്യുക. ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഈ മുട്ടുന്ന ഭാഗത്ത് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഈ മുട്ടുന്ന ഭാഗത്ത് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഈ മുട്ടുന്ന ഭാഗത്ത് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. സർക്കിളും ഈ വട്ടവും ഈ സമചതുരത്തിന്റെ ഈ വരയും
ഈ വട്ടവും വരയും മുട്ടുന്ന സ്ഥലത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കഴിഞ്ഞു അതിനുശേഷം എന്ത് ചെയ്യാ നോക്ക്, ഇതും കൂടെ യോജിപ്പിക്കുക. ഈ മുട്ടിയ വരയും ഇതും തമ്മിൽ യോജിപ്പിക്കുക. അതേമാതിരി ഇവിടെയും ഇതും തമ്മിൽ യോജിപ്പിക്കുക. അതുമാതിരി ഇതും യോജിപ്പിക്കുക. പിന്നെ വേറെ ഏതാ യോജിപ്പിക്കേണ്ടത്? ഇതും യോജിപ്പിക്കുക. ഓക്കെ, യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ചെയ്യേണ്ടത് എന്താ? നമ്മൾക്ക് അവിടെ ആ ചിത്രം നോക്കിയാൽ ആവശ്യമില്ലാത്തതെല്ലാം മായ്ച്ചു കളയാം, റബ്ബ് ചെയ്യാം, ഇറാസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ? ഇറാസർ ഉപയോഗിച്ചിട്ട് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ? എന്ത് കിട്ടും? ഈ വര വേണ്ടല്ലോ, ഈ വര വേണ്ടല്ലോ, ഈ വര വേണ്ടല്ലോ, വേണ്ട. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യാം? ഈ വരയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? മായ്ച്ച് കളയാം. ഇറാസർ കൊണ്ട് നമ്മൾ മായ്ച്ച് കളഞ്ഞു. റബ്ബർ ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യില്? റബ്ബർ കൊണ്ട് അത് ക്ലിയർ ആയിട്ട് മായ്ച്ച് കളഞ്ഞു. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ചിത്രം കിട്ടി. ഇനി എന്താ വേണ്ടത്? അതിൽ എവിടെയൊക്കെയാണോ പെയിന്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞ സ്ഥലത്തെല്ലാം പെയിന്റ് കൊടുക്കുക. ഇവിടെ ഒരു കളർ കൊടുക്കുക, ഇവിടെ ഒരു കളർ കൊടുക്കുക, ഇവിടെ കൊടുക്കുന്നതന്നെ ഇവിടെയും കൊടുക്കുക. ഒരേ കളർ, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. ഈ ഒരേ സ്ഥലത്ത് ഏടെലുണ്ട് കളർ, അതവിടെ കളർ കൊടുത്തിട്ട് ക്ലിയർ ആക്കുക. അപ്പോൾ ഇതും വരച്ചല്ലോ. വരക്കണ ഓർമ്മിക്കണേ. ഫസ്റ്റിൽ സെന്റർ കിട്ടാൻ ചെയ്തത് ഇങ്ങനെയും വരച്ചു. സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ സർക്കിൾ വരക്കുക. സർക്കിള് വട്ടം വരക്കുക. വട്ടം വട്ടം മുട്ടുന്ന സ്ഥലം യോജിപ്പിക്കുക. ഇങ്ങനെയുണ്ട്. പിന്നെ ആ ചിത്രം നിങ്ങൾക്ക് തരും. ആ ചിത്രം പോലെ വരയ്ക്കുക വേണ്ടത്. ഓക്കെ, നിങ്ങൾ ആ ചിത്രം നോക്കൂ. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയാണ് വരക്കുക എന്നല്ലേ? പക്ഷെ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് വരക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം 4 സെന്റിമീറ്റർ നമ്മുടെ കോമ്പസ് ഉപയോഗിച്ചിട്ട് സ്കെയിൽ എടുക്കുക. കോമ്പസ് ഉപയോഗിച്ചില്ല, സ്കെയിൽ ഉപയോഗിച്ചിട്ട് കോമ്പസില് എത്ര എടുക്കുക? 4 സെന്റിമീറ്റർ എടുക്കാൻ പറ്റുമല്ലോ? ഓക്കെ, എടുത്തോ? അളവെടുക്ക്. 4 സെന്റിമീറ്റർ എടുത്തില്ലേ? എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഒരു മനോഹരമായ ഒരു സർക്കിള് വരക്കുന്നു. വരച്ചതിന് ശേഷം ഞാൻ മനോഹരമാണോ എന്ന് പറയാട്ടാ. ഓക്കെ, അല്ലെങ്കിൽ ഒരൊറ്റ റൗണ്ടിൽ വരുന്നില്ല കുട്ടികളൊക്കെ. ഓക്കെ, ഓക്കെ, സോറി, ഇത് നിങ്ങൾ കറക്റ്റ് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരിക. എന്റെ കോമ്പസ് എന്നത് പ്രശ്നമാണ്, സ്കിപ്പായി പോകും. അപ്പൊ ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടും. ഇത് എത്രയാണ്? ഇവിടെ സെന്റർ ഉണ്ട്. സെന്റർ മാർക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാ അറിയോ? സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ വരക്ക്. ഒരു സെന്ററിലേക്ക് കൂടി ഒരു ലൈൻ വരക്കുക. സെന്ററിലേക്കൂടെ ലൈൻ വരച്ചോ? അപ്പൊ എന്താ വരച്ചു? 4 സെന്റിമീറ്റർ. ഇത് 4 ആണ് കുട്ടികളെ. ഇവിടത്തേക്ക് 4 ആണ്, ഇവിടത്തേക്ക് 4 ആണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു സർക്കിൾ വരച്ചു. ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇവിടുന്ന് ഇവിടത്തേക്ക് 4 അല്ലേ ഉള്ളത്? ഈ 4ന്റെ നേരെ ഹാഫ് എടുക്കുക. 4ന്റെ ഹാഫ് എത്ര? സ്കെയിൽ എടുത്താൽ മതി. സ്കെയിൽ എടുത്തിട്ട് ഇത് 4 അല്ലേ ഉണ്ടാവുക? ആ 4ന്റെ നേരെ പകുതി 2-ല് കണ്ടുപിടിച്ചാൽ 2-ൽ ഒരു പോയിന്റ് ഇട്. 2-ല് പകുതി, അതിന്റെ പകുതി എടുത്തിട്ട് ഒരു പോയിന്റ് ഇട്. അപ്പൊ ഇപ്പുറം 4-ല് 2 എടുക്കുക, ഇവിടെ ഒരു പോയിന്റ് ഇട്. രണ്ടിനും അങ്ങനെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇട്ടോ? ഒന്നുകൂടെ പറയാ. ആദ്യം 4 സെന്റിമീറ്ററാണ് നമ്മൾ വരച്ചത്. വരച്ചതിന് ശേഷം സെന്റർ മാർക്ക് ചെയ്തു. സെന്ററിലേക്ക് ഒരു ലൈൻ വരച്ചു. പിന്നെ ചെയ്യുന്നത് ഈ നീളത്തിന്റെ നേരെ പകുതിയിൽ, ഇത് 4 ആണ്, അപ്പൊ അതിന്റെ പകുതി 2 അല്ലെ? ഹാഫ് 2 അല്ലേ വരിക? ആ ഹാഫ് 2-ല് ഇവിടെ ഒരു പോയിന്റ്. ഓക്കെ, ഇത് ഫുൾ 4 ആണ്. അത് നിങ്ങൾ കൺഫ്യൂഷൻ ആണല്ലേ? ഇത് 4, 4 എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരാണ്. ഇവിടത്തേക്ക് 2 ആണ് വരിക കേട്ടോ. ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ കോമ്പസ് കഴിഞ്ഞു. കോമ്പസ് എടുത്തിട്ട് കോമ്പസ് ഇവിടെ കുത്ത്.
ഇവിടെ കുത്തി, ഇവിടെ കുത്തിയിട്ട് ഇവിടത്തേക്കുള്ള ദൂരം, ഇവിടെ കുത്തിയിട്ട് സർക്കിളിലേക്കുള്ള ദൂരം എടുക്കുക. അത് നേരെ ഇപ്പുറം നോക്കിയാൽ ഇവിടെ സെന്ററിൽ മുട്ടുന്നില്ലേ? ഇപ്പുറം സെന്ററിൽ മുട്ടും, ഇപ്പുറം കുത്തിയിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോ സർക്കിളിലും വട്ടത്തിൽ മുട്ടും. അപ്പൊ എന്ത് ചെയ്യാം? അവിടെ കുത്തിയിട്ട് നിങ്ങൾ ഒരു സെമി സർക്കിൾ എന്ന് പറയും നമ്മള്, പകുതി വൃത്തം വരക്കുക. പകുതിയെ വരക്കണ്ടേ, പകുതിയെ വരക്കണ്ടു. പകുതി വരച്ചാ മതി. സോറി, പകുതി വരച്ചു. ഇങ്ങനെ പകുതി വരച്ചു. ഇവിടെ കുത്തിയിട്ട് ഫുള്ള് വരക്കണ്ട, പകുതിയെ വരക്കണ്ടു. ഓക്കെ, ഈ തെയ്യത്തിന്റെ മുണ്ടി മാതിരി ഇങ്ങനെ വരച്ചു. ഇനി ഇവിടെ കുത്ത്, ഇവിടെ കുത്തിയിട്ട് ഇതിന്റെ താഴെ ഇവിടെ കുത്തിയിട്ട് ഈ അതേ ദൂരത്തിൽ എടുത്തിട്ട് ഇങ്ങനെ വരച്ചിട്ട് അവിടെ കുത്തിയിട്ട് ഇങ്ങനെ താഴോട്ട് വരക്കണം. താഴോട്ട് വരച്ചു. അപ്പൊ ഇങ്ങനെ ഈ ഫോർമുല ഞാൻ മായ്ക്കാം. ഇങ്ങനെ രൂപം കിട്ടിയില്ലേ? നോക്കിയാൽ ഇനി എന്താ ചെയ്യേണ്ടത് നോക്ക്. ഇവിടെ കുത്തിയിട്ട് ഇവിടെ വരച്ചു, ഇവിടെ കുത്തിയിട്ട് താഴെ ഇവിടെയും വരച്ചു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നോക്കിക്കേ, ഈ ഭാഗം മുഴുവൻ ഒരു കളർ കൊടുക്കുക. ഏത് ഭാഗം മുഴുവൻ? ഞാൻ കൊടുക്കട്ടെ. ഈ ഭാഗം മുഴുവൻ നിങ്ങൾ ഒരു കളർ കൊടുക്കുക. ഈ ഭാഗം മുഴുവൻ ഇങ്ങനെ ഒരു ഫിഷ് ഇങ്ങനെ ഇതാകുന്ന മാതിരി ഷേപ്പ് കിട്ടും. ഈ കളർ കിട്ടും. ഇതോ നിങ്ങൾ വേറൊരു കളർ കൊടുക്കുക. ഇവിടെ കാണുന്നില്ലേ? അവിടെ ഇത് വേറൊരു കളറും കൊടുക്കുക. അപ്പൊ എന്തായി? നമ്മളുടെ ഫിഗറായി. അടിപൊളിയല്ലേ? അപ്പൊ എന്താ ഓർമ്മിക്കേണ്ടത്? 4 സെന്റിമീറ്ററിൽ വരക്കുക. 4 സെന്റിമീറ്റർ സർക്കിൾ വരച്ചതിന് ശേഷം 4ന്റെ പകുതി സെന്റർ കണ്ടുപിടിക്കുക. അവിടെ നിന്ന് ഒരു പകുതി സർക്കിൾ, ഹാഫ് സർക്കിൾ വരക്കുക. പകുതി വട്ടം വരക്കുക. ഇവിടെ പകുതി വട്ടം വരക്കുക. എന്നിട്ട് ഇതിന്റെ ഇങ്ങനെ യോജിപ്പിക്കും. പിന്നെ ചിത്രം കാണുന്നുണ്ടല്ലോ, അത് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മള് 5th സ്റ്റാൻഡേർഡിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ യൂണിറ്റിലുള്ളത്. അതിലത്തെ ചിത്രങ്ങളെല്ലാം ഇപ്പൊ നമ്മൾ വരച്ചു കഴിഞ്ഞു. സ്കൂളിൽ പോകുന്നതിന് മുമ്പേ തന്നെ, അധ്യാപകർ പഠിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. വരച്ചിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത വീണ്ടും മറ്റു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം.